Hello friends, let's discuss a poem by Catherine Tynan, Any Woman. കേരള സ്റ്റേറ്റ് സിലബസിലെ +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1-ലെ സെക്കൻഡ് ലെസൺ ആണ് എനി വുമൺ. കാതറീൻ ടൈനാൻ എഴുതിയൊരു കവിതയാണ്. About the author, Catherine Tynan, 1859 to 1931. 1859 ജനിക്കുന്നത് to 1931. is an Irish-born writer known mainly for her novels and poetry. ഒരുപാട് നോവൽസും പോയംസും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഐറിഷ് റൈറ്ററാണ് കാതറീൻ ടൈനാൻ. She has to her credit more than a score of novels and 7 books of verse. 20-ലധികം നോവലുകളും അതുപോലെ തന്നെ 7 ബുക്സ് ഓഫ് വേഴ്സ് കവിതാ സമാഹാരങ്ങളും 7 കവിതാ സമാഹാരങ്ങളും അവരുടെ പേരിലുണ്ട്. She usually wrote under the name Catherine Tynan Hinkson. Her human sympathy is keen, tender, warm and constant. So വളരെയധികം ദയവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാതറീൻ ടൈനാൻ. The poem Any Woman presents the all-embracing power of a woman to hold a family together. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. Any woman presents the all-embracing power of a woman. അതായത് കുടുംബത്തെ മൊത്തം ഒരുമിച്ച് നിർത്തുന്ന സ്ത്രീകളെക്കുറിച്ചാണ് റൈറ്റർ ഇതിൽ പറയുന്നത്. മൂവിങ് ഓൺ ടു ദ പോയം എനി വുമൺ, കാതറീൻ ടൈനാൻ. I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. So, I am the pillars of the house. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വീടിനെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് ഞാൻ. ഓക്കെ, പില്ലേഴ്സ്, തൂണുകൾ. ഐ എം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഒരു വീടിനെ മൊത്തത്തിൽ താങ്ങി നിർത്തുന്ന തൂണുകളാണ് ഞാൻ. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. അതായത് ആ വീടിൻ്റെ ഭാരം മൊത്തം താങ്ങി നിർത്തുന്ന തൂണുകളാണ് ഞാൻ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. സോ എന്നെ മാറ്റുകയാണെങ്കിൽ, അതായത് ഒരു വീട്ടിൽ തൂണുകളെ മാറ്റുകയാണെങ്കിൽ എന്താണ്? വീട് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ തൂണുകളെ മാറ്റുകയാണെങ്കിൽ എന്താണ്? ആ വീട് പൊളിഞ്ഞു പോകും എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എന്നെ മാറ്റുകയാണ് എങ്കിൽ ഫാമിലി തന്നെ മൊത്തത്തിൽ നശിച്ചു പോകും. ഓക്കെ, സോ ഈ പില്ലേഴ്സാണ് വീടിൻ്റെ ആ ഒരു വെയിറ്റിനെ താങ്ങി നിർത്തുന്നത്. സോ അത് മാറ്റിക്കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ നശിച്ചു പോകും. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. അത് എന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഞാൻ തൂണുകളാണ്, വീടിൻ്റെ തൂണുകളാണ് ഞാൻ. പക്ഷേ എന്നെ മാറ്റിയാൽ ആ വീട് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. അത് എന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. അതായത് ഒരു വീട്ടിലെ തൂണാകുന്ന ഞാൻ മാറി നിന്നാൽ എങ്ങനെയാണ്? ആ വീട്, ആ ഫാമിലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കുടുംബം മൊത്തത്തിൽ തകരും. എന്ന് വച്ചാൽ ഞാൻ തന്നെയാണ് അവിടെ തകരുന്നത്. ഓക്കെ, ഞാനാണ് വീടിൻ്റെ തൂണുകൾ എന്ന് പറയുന്നത്. ഐ എം ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്. ആ ആർച്ചിൻ്റെ ഒരു കീ സ്റ്റോൺ, അതും ഞാൻ തന്നെയാണ്. എന്നെ മാറ്റിക്കഴിഞ്ഞാൽ മതിലുകൾ ഇടിയും, മേൽക്കൂര തകരും. ഓക്കെ, അവയെല്ലാം വീണ് എന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഞാൻ തന്നെയാണ് നശിച്ചു പോകുന്നത്. സോ കുടുംബം മൊത്തമായിട്ട് തകരുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് തകരുന്നത്. ഐ എം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്, ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, I am the heat that warms the earth, which else were colder than a stone. So I am the fire upon the hearth. എന്ന് വെച്ചാൽ എന്താണ്? ഹാർത്ത് എന്ന് വെച്ചാൽ ഫയർ പ്ലേസ്. ഓക്കെ, അടുപ്പ്. സോ I am the fire upon the hearth. ആ അടുപ്പിലെ തീയാണ് ഞാൻ. I am the light of the good sun. സൂര്യൻ്റെ പ്രകാശം. I am the light of the good sun. I am the light of the sun. I am the heat that warms the earth. അതായത് ഭൂമിയെ ചൂടാക്കുന്ന തീയാണ് ഞാൻ. Which else were colder than a stone. സോ ഞാനില്ലെങ്കിൽ ഭൂമി എങ്ങനെയാണ്? ഒരു തണുത്തൊരു കല്ല് പോലെ ആയേനെ. ഓക്കെ. At me the children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. So at me the children warm their hands. സോ എന്താണ്? എൻ്റെ കുട്ടികൾ എന്നിൽ നിന്നാണ് അവരുടെ വാം ദ ഹാൻഡ്സ് മീൻസ് അവർ ചൂട് സംഭരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ ശക്തി ഞാനാണ്. ഐ ആം ദിയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. അവരുടെ സ്നേഹത്തിൻ്റെ ആ പ്രകാശം ഞാനാണ്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്. സോ എന്താണ്? ഞാനില്ലെങ്കിൽ എങ്ങനെയാണ്? ഞാനില്ലാതെ
അടുപ്പ് എങ്ങനെയാണ് തണുത്ത് കിടക്കുന്നു. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. സോ കുട്ടികൾ ശരിയായി വളരില്ല. അതായത് ഞാനില്ല എങ്കിൽ, ഈ വീട്ടിലെ ആ ഒരു സ്ത്രീ ഇല്ല എങ്കിൽ കുട്ടികൾ നേരെ വളരില്ല. അതായത് വീടിനൊരു പ്രകാശം തന്നെ ഉണ്ടാവില്ല. കുട്ടികൾ നല്ല കുട്ടികളായി അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. I am the twist that holds together the children in its sacred ring, their note of love, from whose close tether no lost child goes a wandering. So I am the twist that holds together. So ആ ഒരു എന്താണ്, ഒരു റിങ്ങിൽ, ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിങ്. സോ ഞാൻ എങ്ങനെയാണ് കുടുംബത്തിനെ ആ ഒരു സ്നേഹവലയത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത്, കുട്ടികളെ നിർത്തുന്നത് ഞാനാണ്. ഓക്കെ. their note of love, from whose close tether rope, കയർ, no lost child goes a wandering. സോ ആ ഒരു സ്നേഹത്തിൻ്റെ കെട്ടുകൾ കൊണ്ടാണ് ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആ കെട്ട് പൊട്ടിച്ച് ഒരു കുട്ടികളും അലഞ്ഞു തിരിയുകയില്ല. അതായത് സ്നേഹത്തിൻ്റെ ബന്ധനത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു സ്നേഹമില്ലെങ്കിൽ അങ്ങനെ ബന്ധിപ്പിച്ച് വയ്ക്കുന്നത് ഞാനാണ്. ഓക്കെ. ആ ഒരു സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ ഒരു കുട്ടികളും എങ്ങനെയാണ് അലഞ്ഞു തിരിഞ്ഞ് വഴിതെറ്റിപ്പോകില്ല. ഓക്കെ. സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ കുട്ടികളെ നിർത്തുന്നത് ഞാനാണ്. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their bed. So I am the house from floor to roof എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് വീട്. മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ അന്ത്യം വരെയും എന്നൊക്കെയാണ്. അതായത് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് വീട്, ഞാൻ തന്നെയാണ് മൊത്തത്തിലുള്ളത്. ഐ ഡെക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ് മീൻസ് ഞാനാണ് വീട്ടിലെ മതിലുകളും ബോർഡുകളും എല്ലാം ഞാൻ തന്നെയാണ്. ആൻഡ് ഐ സ്പിൻ ദ കർട്ടൻസ്, വാപ്പ് ആൻഡ് വൂഫ് എന്ന് വെച്ചാൽ ഊടും പാവുമെല്ലാം. അതായത് വീട്ടിലെ കേർട്ടൻ തുറക്കുന്നതും മടക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. കുട്ടികളുടെ കിടക്കയിൽ ഞാനാണവ എങ്ങനെയാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദിയർ ബെഡ്. ഓക്കെ. സോ മൊത്തത്തിൽ ഞാൻ തന്നെയാണ്. എന്താണ്? ഞാൻ തന്നെയാണ് ഒരു വീട് മൊത്തത്തിൽ നോക്കുന്നത്. ഞാൻ തന്നെയാണ്. ഞാനാണ് എല്ലാം. അതായത് വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ ഞാനില്ല എങ്കിൽ എങ്ങനെയാണ് മൊത്തത്തിൽ ഒന്നും നേരായ രീതിയിലേക്ക് വന്നു എന്ന് വരില്ല. അതായത് കുട്ടികളുടെ കാര്യം തൊട്ട് വീട് മൊത്തത്തിൽ ഐ എം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് എല്ലാ വിധത്തിലും വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ. അതായത് സ്ത്രീകളാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, കുടുംബത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഒന്നും അവളിൽ നിന്ന്, അതായത് സ്ത്രീ ഇല്ലെങ്കിൽ കുടുംബം നേരെ ആവില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, tell me not, take me not till the children grow. So I am their wall against all danger. So കുട്ടികളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന മതിലാണ് ഞാൻ. Their door against the wind and snow. വിൻഡ് ആൻഡ് സ്നോ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ തരത്തിലുള്ള ട്രബിൾസും, ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുന്നത് ഞാനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമാകുന്നത് ഞാനാണ്. എന്നിട്ടിവിടെ ലാസ്റ്റ് വരിയിൽ പോയിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യാണ്. പോയിട്ട് ദൈവത്തോട്, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയല്ലേ ഇവിടെ പറയുന്നത്, ഒരു വുമൺ അല്ലേ ഇവിടെ സ്പീക്കറായി വന്നിരിക്കുന്നത്. ആ വുമൺ എങ്ങനെയാണ് ഒരു പ്രെയർ പറയുകയാണ്. ആ സ്ത്രീയാണ് ദൈവത്തിനോടൊരു പ്രെയർ പറയുന്ന രീതിയിലാണ്. ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ. മാഞ്ചർ മീൻസ് എന്താണ്? പുൽത്തൊട്ടി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുൽക്കൂട്. സോ ദ വുമൺ ഇസ് മേക്കിംഗ് എ പ്രെയർ ടു ജീസസ് ക്രൈസ്റ്റ്. ദൗ, നീ ആരാണ്? ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ. ഒരു സ്ത്രീ പുൽക്കൂട്ടിൽ പ്രസവിച്ച ദൈവപുത്രനാണ് നീ. അതായത് ജീസസിനെ പറയുകയാണ്. ഓക്കെ. ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അതായത് കുട്ടികൾ വളരുന്നത് വരെ എന്നെ അവരിൽ നിന്ന് അകറ്റരുത്. സോ ദ വുമൺ ഇസ് പ്രേയിങ് ടു ജീസസ് നോട്ട് ടു ടേക്ക് അവേ ഹർ ലൈഫ്,
until her children have grown. കുട്ടികൾ വളരുന്നത് വരെ അവളെ കുട്ടികളിൽ നിന്ന് അകറ്റരുത് എന്ന് ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുന്നതാണ് ലാസ്റ്റ് 2 lines. Okay, I hope you understand the poem. Thank you.